നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്ത് വോട്ട് കൊള്ളയ്ക്ക് ബിജെപിയോടൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന് സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ വത്സരാജ് ആരോപിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടി ശ്രദ്ധേയനായി മതിലകത്തെ കർഷകനായ പണിക്കാട്ടിൽ ശശീന്ദ്രൻ. വാർത്തകൾ തുടരുന്നു. ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്ത് വോട്ട് കൊള്ളയ്ക്ക് ബിജെപിയോടൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന് സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ വത്സരാജ് പറഞ്ഞു. ഭരണഘടനയെ സംരക്ഷിക്കുക, മതേതര ഇന്ത്യയെ വീണ്ടുമെടുക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി AIYF നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുവസംഗമം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പൊ ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ഭരണഘടന വളരെ ഗുരുതരമായ ഒരു വെല്ലുവിളിയെ നേരിടുകയാണ്. ഈ ഭരണഘടനയെ തന്നെ മാറ്റണം. ഈ ഭരണഘടനയല്ല വേണ്ടത്. ഇത് വൈദേശികമായ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഇത് ഭാരതീയമല്ല എന്നാണ് അവരുടെ നിലപാട്. അതിനുവേണ്ടി ഭരണഘടനയെ തന്നെ മാറ്റാനും ഇന്ത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനും വേണ്ടിയിട്ടാണ് ഈ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും അധികാരത്തിൽ വരുമ്പോൾ 400-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരാൻ കഴിയണം എന്ന കാഴ്ചപ്പാടായിരുന്നു ബിജെപിക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ രാജ്യത്ത് ബിജെപി ശ്രമിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തി ബിജെപി മുന്നോട്ടു പോവുകയാണ്. ജാതി മതവർണ്ണ വിഭജനം രാജ്യത്ത് മതേതര മൂല്യങ്ങളെ തകർക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. AIYF മണ്ഡലം പ്രസിഡന്റ് MJ സജൽകുമാർ അധ്യക്ഷനായി. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി AK അനിൽകുമാർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ CR മുരളീധരൻ, MV സുരേഷ്, CK കൃഷ്ണകുമാർ, PK ശ്രീജി, M സ്വർണലത ടീച്ചർ, AIYF മണ്ഡലം സെക്രട്ടറി വൈശാഖ് അന്തിക്കാട്, മണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ സൂരജ് കാരായി, സംഗീത മനോജ്, സംഘാടക സമിതി ചെയർമാൻ മണി നാട്ടിക തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗണേശമംഗലം വെസ്റ്റ് സാന്ത്വനം സഹായ സമിതിയിൽ വെച്ച് നടന്ന പവിത്രൻ മാസ്റ്റർ അനുസ്മരണ ചടങ്ങ് മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം സഹായ സമിതി പ്രസിഡന്റ് CP രാജേന്ദ്രകുമാർ അധ്യക്ഷനായി. പവിത്രൻ മാസ്റ്റർ മെമ്മോറിയൽ എൻഡോമെന്റും വലിയാക്കൽ ശങ്കരൻ മെമ്മോറിയൽ എൻഡോമെന്റും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PM കണ്ണൻ മുഖ്യാതിഥിയായി. റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ PA പീതാംബരൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രേമൻ ചാണാശ്ശേരി പവിത്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി പ്രദീപ് പണ്ടാരൻ, അഡ്വക്കേറ്റ് മുസ്തഫ MA, CV സുനിൽകുമാർ, രതി ബിജിത്ത്, PS സുനിൽകുമാർ, PS അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 24 കൊല്ലം 3 കൊല്ലം മുമ്പ് ആദ്യമായി നിങ്ങൾ എടുത്തുവന്ന് MLA ആണ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് പലർക്കും എന്നെ പരിചയപ്പെടുത്തി തരാൻ എന്റെ കൂടെ നടന്നിരുന്ന നിഴലും നിലാവുമായിരുന്നു പ്രിയപ്പെട്ട PS സുരേന്ദ്രകുമാർ. സ്നേഹം കൊണ്ടും അതേപോലെ തന്നെ പരിഗണന കൊണ്ടും ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഒരാളായിരുന്നു സുരേന്ദ്രകുമാർ. ഉൾപ്പെടെ മുൻകൈ വിളിക്കുന്ന ബാക്കി എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞതായി കണക്കാക്കുക. ഈ സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം കൂടിയാണ്. ആരംഭത്തിലേ സുരേന്ദ്രകുമാർ എന്നെ ഇതിന്റെ ഓരോ പരിപാടിക്കും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ വരാറുണ്ട്. ഇതിന് മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. ആളുകൾ സഹായിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നും. മതം, ജാതി, രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടം തോന്നും. ആ ഇഷ്ടം കൂടി വന്ന് സ്വാതന്ത്ര്യം എന്റെ മനസ്സിനകത്തും ഒരു സ്വാതന്ത്ര്യ സ്പർശമായി മാറി എന്നുള്ളത് തുറന്നു പറയാൻ കൂടി അവസരം വിനിയോഗിക്കുക. സിംഗപ്പൂരിൽ വെച്ച് നടന്ന ഏഷ്യൻ ഓഷ്യാനിയ ബീച്ച് സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സിൽവർ മെഡൽ കരസ്ഥമാക്കിയ വലപ്പാട് സ്വദേശിയായ മുഹമ്മദ് ഷിഫാനെ തൃപ്രയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരിച്ചു. വലപ്പാട് കരയാവട്ടം സ്വദേശികളായ വലിയകത്ത് ഷജീബ്, അനീഷ ദമ്പതിമാരുടെ മകനായ മുഹമ്മദ് ഷിഫാൻ കാട്ടൂർ അൽബാബ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
സിംഗപ്പൂർ കോണ്ടിനെന്റൽ ബീച്ച് സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 64 കിലോ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയാണ് ഷിഫാൻ രാജ്യത്തിന്റെ അഭിമാനമായത്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മുൻപ് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയാണ് ഷിഫാന് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നത്. 2027 ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് ഷിഫാൻ യോഗ്യത നേടിക്കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ ഷിഫാന്റെ വസതിയിലെത്തിയാണ് ട്രസ്റ്റ് അംഗങ്ങൾ ആദരവ് നൽകിയത്. ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട്, ജനറൽ സെക്രട്ടറി MS സലീം, ട്രഷറർ TV ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ അശോകൻ കണ്ണൂത്ത്, NV ഷൺമുഖരാജ് മാസ്റ്റർ, ട്രസ്റ്റ് അംഗം പ്രേംലാൽ PR തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെ ഒരു പ്രത്യേകതരം ഒരു കലയെ, വളരെ അപൂർവമായ ഒരു കലയെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് അഭിമാനകരമാവുന്ന രീതിയിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 2-നും 3-നുമാണ് സിംഗപ്പൂരിൽ ഈ ഇന്റർനാഷണൽ സാംബോ കല നടന്നത്. അതിൽ തന്നെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 പേരാണ് അതിൽ പങ്കെടുത്തത്. ആ 3 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷിഫാൻ. കണ്ടശങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രതിമാസ സമ്മാന പദ്ധതിയിലെ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുത്ത വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. യൂണിസാറ്റ് ഓഫീസ് ഹാളിൽ നടത്തിയ ചടങ്ങ് COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് TM റഹീം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയും സർവീസും അതുപോലെ ഒത്തൊരുമയും ഒക്കെ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മുടെ കേരളത്തിൽ നിന്ന് ഉടനീളമുള്ള കേബിൾ TV ഓപ്പറേറ്റർമാരിലൂടെ സന്ദർശിക്കുകയും അതൊക്കെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ള ഉപഭോക്താക്കൾ, നമുക്കറിയാം ഇവിടെ മാസാമാസം മാർക്കെടുപ്പ് നടത്തുന്നു. അപ്പോൾ കൃത്യമായ വരിസംഖ്യ അടയ്ക്കുന്ന ഉപഭോക്താക്കളെ അവരുടെ കൂടെ നിർത്തി അവർക്ക് കിട്ടുന്ന സംഖ്യയിൽ നിന്നും ഒരു വിഹിതം തിരിച്ച് ഉപഭോക്താക്കൾക്ക് എന്ന് നൽകി അവരുടെ സന്തോഷം കൂടെ നിന്നുകൊണ്ട് പങ്കിടുകയാണ് എന്നുള്ള ആ ഒരു കാര്യം കൂടി ഞാനിവിടെ സന്തോഷപൂർവ്വം പറയുകയാണ്. ഇന്നിവിടെ ചേർന്ന നറുക്കെടുപ്പിൽ വിജയിച്ച സമ്മാനം വാങ്ങാൻ വന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. യൂണിസാറ്റ് മാനേജിംഗ് പാർട്ണർ TV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ഓണം ഓഫറുകൾ, പുതിയ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് സിജോ കുണ്ടുകുളം വിശദീകരിച്ചു. EL ടോണി, പ്രദീപ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ണർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, കളക്ഷൻ സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ആനയൂട്ടും നടന്നു. രാവിലെ നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഗജപൂജ, തുടർന്ന് ആനയൂട്ട് എന്നിവയുണ്ടായി. ക്ഷേത്ര മേൽശാന്തി പ്രദേശ് ശങ്കർ മുഖ്യ കാർമ്മികനായി. എക്സിക്യൂട്ടീവ് ഓഫീസർ തുളസി KC, ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അറിഞ്ഞില്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്ക് ഒഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം നമിത പ്രമോദ്. 45 വർഷത്തെ മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ രംഗത്തെ സുവർണ പാരമ്പര്യമുള്ള രാജ് ഗോൾഡ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ ഷോറൂമിന്റെ വലിയ വിജയത്തിന് ശേഷം ഇപ്പോൾ ഇതാ കൊടകരയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വമ്പൻ കളക്ഷൻ ഈ വരുന്ന ഓഗസ്റ്റ് 21-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം നൽകുന്ന ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിനായി കൊടകരയിൽ ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവില്ലേ? ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും ഒരു ഭാഗ്യശാലിക്ക്
ഗോൾഡ് ചെയിൻ സമ്മാനം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് മലേഷ്യൻ കപ്പിൾ ട്രിപ്പും. ഉദ്ഘാടന ദിവസം വരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. അപ്പൊ എങ്ങനെയാ, അടിച്ചു പൊളിക്കല്ലേ? ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊടകര, തൃപ്രയാർ. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കണ്ടശാംകടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഭാരതത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. യൂണിസാറ്റ് മാനേജിംഗ് പാർട്ണർ TV പ്രഭാകരൻ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന ഗാനാലാപനം, മധുരപലഹാര വിതരണം എന്നിവയും നടത്തി. പാർട്ണർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, കളക്ഷൻ സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അഖില കേരള ധീവരസഭ തളിക്കുളം സൗത്ത് കരയോഗം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡലുകളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. കരയോഗം ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് പ്രേമദാസ് പുളിക്കൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, ധീവരസഭ ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത്, UB മണികണ്ഠൻ, കരയോഗം സെക്രട്ടറി KS നാരായണൻ, ട്രഷറർ KK അനിരുദ്ധൻ, VV ഷൺമുഖൻ, KG ഗോപിനാഥൻ, CV ഓംപ്രകാശ്, NK ചന്ദ്രൻ, ശ്രീജ ഉണ്ണിയാരം പുരയ്ക്കൽ, ഷർമിള പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ദുർബല ജനവിഭാഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കടലിനെയും കായലിനെയും ആശ്രയിച്ച് ജീവിച്ചു ജീവിതത്തിന്റെ 4 അറ്റം ഒരിക്കൽ പോലും കൂട്ടിമുട്ടാൻ കഴിയാതെ പോയ ഈ കടലമ്മയോട് മല്ലടിച്ചും കായലിനോട് മല്ലടിച്ചും ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചു വന്ന ഒരു ജനവിഭാഗമാണ് കടൽക്കരയിലും കായൽക്കരയിലും ജീവിച്ചു വന്ന ധീവര സമുദായം എന്ന് പറയുന്ന ഒരു സമൂഹം. പലപ്പോഴും ജീവിതത്തിന്റെ സമാസമങ്ങളിലേക്ക് ശരിയായ രീതിയിൽ അർഹതപ്പെട്ടവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ജനവിഭാഗം പോലെയായിരുന്നു. എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ മാറ്റി നിർത്തപ്പെടുമോ എന്ന് സംശയിക്കപ്പെട്ടൊരു കാലമുണ്ടായി. പലപ്പോഴും കടൽപ്പുറത്തുള്ള ആളുകൾ, കായൽക്കരയിലുള്ള ആളുകൾ അവരുടെ ജീവിത സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും ആളുകൾ പൂർണ്ണമായും തിരിച്ചറിയപ്പെടാത്ത ഒരു കാലമുണ്ടായി. കാഞ്ഞാണി ആക്സ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഡോക്ടർ ആന്റണി തോപ്പിൽ പതാക ഉയർത്തി. തുടർന്ന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം വാടാനപ്പള്ളി ആക്സ് സമുചിതമായി ആഘോഷിച്ചു. വാടാനപ്പള്ളി ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ പതാക ഉയർത്തി. സെക്രട്ടറി മണികണ്ഠൻ മാത്തുകാട്ടിൽ, മുൻ ജനറൽ സെക്രട്ടറി VB അഹമ്മദ്, കൺവീനർ തോമസ്, വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് നെല്ലിശ്ശേരി മുതലായവർ പ്രസംഗിച്ചു. ആക്സ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ആക്സ് ലൈഫ് അംഗങ്ങൾ, വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ശ്രീശൈലത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത് പതാക ഉയർത്തി. ചടങ്ങുകൾക്ക് ട്രസ്റ്റി മെമ്പർമാരായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, പ്രവീൺ ചെറുകര എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവും ഉണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കൽ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി VR അരുണൻ, മൊയ്തീൻ ചാരുദ, സലീം ബ്രീസ്, മേരി ലോനപ്പൻ, ബീന ബാബു, വൈസ് പ്രസിഡന്റ് കൃഷ്ണമൂർത്തി ധന്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും ഉണ്ടായി. അസോസിയേഷന്റെ കാരുണ്യ പദ്ധതിയിൽ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് കിറ്റ് നൽകി. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് തൃശൂർ വെസ്റ്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തി. എങ്ങണ്ടിയൂർ ചന്ത സെന്ററിൽ നടത്തിയ ബോധവൽക്കരണ സന്ദേശയാത്ര ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ബിജു ജോസഫ് അധ്യക്ഷനായി. ജോൺ പുലിക്കോട്ടിൽ, KV ഷാജു, OP ബാബു, PJ ജോസഫ്, KE ബോവസ്, AD ബിജു, ജെയ്സൺ ജോഷി എന്നിവർ സംസാരിച്ചു. വിക്രം സാരാഭായിയോ അതുപോലെയുള്ള പ്രഗത്ഭന്മാരായ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധന്മാരോ സാനുമാഷ പോലെയുള്ള സാഹിത്യ പ്രതിഭകളോ MT പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ PT ഉഷയെപ്പോലെയോ അതുപോലെയുള്ള ആളുകളോ സച്ചിൻ ടെണ്ടുൽക്കറോ ഒക്കെ ആയി മാറേണ്ട, മെസ്സിയായി മാറേണ്ട, IM വിജയനൊക്കെ ആയി മാറേണ്ട, കായിക രംഗത്ത്, ശാസ്ത്രരംഗത്ത്, സാഹിത്യരംഗത്ത് സമസ്ത മേഖലകളിലും പ്രഗത്ഭരായി മാറേണ്ട മക്കൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് അടിപ്പെട്ട് തകർന്നു പോയാൽ നമുക്ക് നാളെ ഭാവിയില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റിന്റെ 48ാം വാർഷിക പൊതുയോഗം പഴുവിൽ JP സംഗമം ഹാളിൽ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NK ഷാജഹാൻ അധ്യക്ഷനായി. നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ KK ഭാഗ്യനാഥൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിറ്റ് മെമ്പർമാരുടെ മക്കൾക്ക് അവാർഡുകൾ നൽകി. ഷിനോദ് ചിറയിൽ, AA മുഹമ്മദ്, യൂത്ത് വിംഗ് നിയോജക മണ്ഡലം ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ, വനിതാ വിംഗ് നിയോജക മണ്ഡലം ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് നവീൻ MX, ഭാരതി രാജൻ, അഡ്വക്കേറ്റ് KO ജോൺ, MK തോമസ്, നാസർ NI എന്നിവർ സംസാരിച്ചു. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവും പറയുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഓരോ ഫീൽഡിലെടുത്ത് നോക്കിക്കോളൂ. നമ്മൾ വെൽ എക്യുപ്ഡ് ആണ്, നമ്മൾ തയ്യാറാണെങ്കിൽ കച്ചവടം ഉണ്ടാവും. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഹോട്ടൽ വ്യവസായത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ഹോട്ടൽ വ്യവസായത്തിൽ വൈകിട്ട് ചായക്കട എന്ന് പറഞ്ഞിട്ട് സ്നാക്സും ചായക്കടയും അവിടെ കയറി നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ അപ്പുറത്തൊരു അതുപോലത്തെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരിലടുത്ത് എൻ്റെ വണ്ടിയിൽ തൊട്ട് ബാക്കിൽ കാറിൽ വന്ന് ഇതിനോട്ടൊന്ന് കാപ്പ് പിടിച്ചിട്ട് പോകാൻ വണ്ടി നിർത്തി. ആരെന്നൊന്നും എടുത്തൂല. നോക്കിയപ്പോൾ നമ്മുടെ ഒരു പയ്യനാണ്. അവിടെ കയറിയപ്പോൾ ഒരു 15 മിനിറ്റ് നിന്നിട്ടാണ് ഒരു കാപ്പി കിട്ടിയത് അല്ലേ. രാവിലെ ഏർലി മോർണിംഗ് സ്വിഗ്ഗിയുടെ ആളുകൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വീടിൻ്റെ മുമ്പിൽ നിൽക്കുക. ഒരു 5 കൊല്ലം മുമ്പത്തെ സ്ഥിതി എന്താ? ഹോട്ടലിൻ്റെ 10% കച്ചവടം ഉണ്ടായിരുന്നോ? ഉണ്ടായോ? കുറേ ഓൺലൈനിൽ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. നല്ല ഫുഡ് കൊടുക്കുന്ന ഹോട്ടലുകളിൽ, നന്നായിട്ട് ഹൈജീനിക് ആയിട്ട് കൊടുക്കുന്ന ഹോട്ടലുകളിൽ വളരെ വലിയ കച്ചവടമാണ്.
കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശന തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി, പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. പാട്ടത്തിനടുത്ത 60 സെന്റ് സ്ഥലത്തിലാണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. 2 വെറൈറ്റി എന്ന് പറഞ്ഞില്ലേ, പ്രജനിയും പ്രഗതി. ഇതാണ് പ്രജനി എന്നാണ്. പ്രജനി പച്ചപ്പ് കൂടുതലാണ്, കണ്ട പച്ചപ്പ് കൂടുതലാണ്. വലിപ്പം മറ്റേനേക്കാളും കുറച്ച് വലിപ്പത്തിലും വരും, പ്രഗതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിൽ വരും. ഇനി പ്രഗതിനെ നമുക്ക് കാണിച്ചു തരാം. ഒരു 8 കിലോത്തോളം ഉണ്ടാവുന്നതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു തൈമെന്ന് ഏകദേശം ഒരു കിലോത്തോളം പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കീടങ്ങളാക്രമണം വരുമല്ലോ എന്തായാലും, അത് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃഷി ഓഫീസർ അല്ലെ മേലുദ്യോഗസ്ഥന്മാരൊക്കെ എനിക്ക് തരുമായിരുന്നു. ഇത് വലിപ്പം കുറഞ്ഞ ഒരു ഇനമാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണിത്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഇനത്തിൻ്റെ പോലെ തോന്നുന്നുണ്ട്. മായ എന്നതിനാണ് വലിപ്പമുള്ള കായ ഉണ്ടാവണത്. അതിൻ്റെ 4-1 ഉണ്ടാവുള്ളൂ. മാക്സിമം 200-250 ഗ്രാമാണ് അവർ പറയണത്. പ്രഗതി പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായ്കൾ ഉണ്ടാകും. പ്രഗതി പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. എല്ലാവർക്കും ഒരു മാതൃകയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം യൂണിവേഴ്സിറ്റി ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗമൊന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് വളരെ നല്ല ഈൽഡ് കിട്ടണ ഒരു വെറൈറ്റി ആണെന്ന് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഈ പ്രദർശന തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു. ആയാണ് കൂടുതൽ എല്ലാവരും ചെയ്തു വരാറുള്ളത്. അതിൽ നിന്ന് വിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായുള്ള രാമായണ പാരായണത്തിന് സമാപനമായി. കർക്കിടക മാസത്തിന്റെ സമാപന ദിവസം 1 മാസക്കാലം രാമായണ പാരായണത്തിന് നേതൃത്വം നൽകിയ സുകുമാരി മോഹനൻ, പ്രേമ ശശിധരൻ, ബിനി ടീച്ചർ എന്നിവരെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു. ക്ഷേത്രം നടപ്പുരയിൽ നടന്ന ചടങ്ങിന് സുകേഷ് ശാന്തി വിളക്ക് തെളിയിച്ചു. ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗൗരി ശങ്കരനാരായണൻ വേത്തോട്ടിൽ എന്നിവർ ഉപഹാരം വിതരണം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സിദ്ധപ്രസാദ് മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ഷാജി പുളിക്കൽ, മണികണ്ഠൻ GV, സജി ഷാജി, സതീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ ദിനത്തിൽ രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, നൊവേന, നേർച്ച വിതരണം, പ്രദക്ഷിണം എന്നിവ നടത്തി. ഫാദർ തോമസ് ഊക്കൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ടെറിൻ മുള്ളക്കര തിരുനാൾ സന്ദേശം നൽകി. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഡെമിൻ തറയിൽ, തിരുനാൾ കൺവീനർ KL ജോൺസൺ, കൈക്കാരന്മാരായ കുളങ്ങര ആന്റണി ഫ്രാൻസിസ്, ജോസഫ് പയ്യപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി.
തൃത്തല്ലൂർ യൂത്ത് ലീഗ് ലൈബ്രറി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ലൈബ്രറി കൗൺസിൽ വാടാനപ്പള്ളി പഞ്ചായത്ത് കൺവീനർ CS സജീഷ് പതാക ഉയർത്തി. സ്വാതന്ത്ര്യലബ്ധിക്ക് മുന്നേ ജനിച്ച പരിസരവാസികളായ മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. ലൈബ്രറി സെക്രട്ടറി CS വിനോദൻ, വൈസ് പ്രസിഡന്റ് പ്രദീപ് പനക്കപ്പറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ ചുള്ളിയിൽ, AR ജൈമി, പ്രസന്നൻ കോഴിപ്പറമ്പിൽ, AR പ്രസാദ്, II അബ്ദുള്ള, PP സുധാകരൻ, AR പ്രദീപ് സിംഗ്, ലൈബ്രറിയൻ രജനി സൂരജ് എന്നിവർ നേതൃത്വം നൽകി. ആ സ്വാതന്ത്ര്യ ലബ്ധിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം? എന്താ? സാഹോദര്യവും സൗഹൃദവും മതസൗഹാർദ്ദവും നിലനിർത്തുക എന്നുള്ളതാണ് അല്ലേ? എന്തൊക്കെയാണ്? സാഹോദര്യവും സൗഹൃദവും മതസൗഹാർദ്ദവും നിലനിർത്തുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ഒരു ഏകലോകമായി നമ്മുടെ രാജ്യം മാത്രമല്ല, നമ്മുടെ ലോകം തന്നെ, ലോക രാജ്യങ്ങളൊക്കെ തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന, ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടി DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ സംഘടിപ്പിച്ച സമരസംഗമം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. DYFI മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് K സച്ചിൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, ബ്ലോക്ക് ട്രഷറർ PS മിഥുൻ, മുരളി പെരുന്നല്ലി MLA, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, ഏരിയ സെക്രട്ടറി PA രമേശൻ, SFI ജില്ലാ പ്രസിഡന്റ് MM മേഘ്ന, VG സുബ്രഹ്മണ്യൻ, KK ശശിധരൻ, KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പതാക ഉയർത്തി. തുടർന്ന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രിൻസിപ്പാൾ കണ്ണൻ മാഷ്, പ്രധാനാധ്യാപകൻ ഹനീഫ, PTA പ്രസിഡന്റ് RA ഷെരീഫ്, സുലൈഖ ജമാൽ, VB അഹമ്മദ്, ഷൈന മുഹമ്മദ്, അബ്ദുൽ ജബ്ബാർ അറയ്ക്കൽ, സബീന റാഫി, ഷാജിദ, സൗമ്യ, സുനിൽകുമാർ, ഷെമീന, സബീന നാസർ, അധ്യാപകരായ റീന, സ്മിത, ഹേമ, റസീന എന്നിവർ പങ്കെടുത്തു. തൃപ്രയാർ ഒരുമ കുടുംബ കൂട്ടായ്മ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ CS മണികണ്ഠൻ പതാക ഉയർത്തി. ഒരുമ പ്രസിഡന്റ് ശ്രുദീപ് ഷിബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ PR വിഷ്ണുദേവ്, +2 പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ അനഘ KB എന്നിവർക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചു. ഒരുമ സെക്രട്ടറി സരിക സത്യൻ, ഒരുമ മുൻ സെക്രട്ടറി AV ബാബു, ജോയിന്റ് സെക്രട്ടറി CK ഔസേബ്, ഒരുമ ട്രഷറർ PK സുരേഷ്, ആനന്ദൻ വാഴക്കുളത്ത്, മയൂക രൂപേഷ്, നിവേദ്യ ഷിബു, ഭവ്യ ബാബു, കൃഷ്ണ വേണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും പായസ വിതരണവും നടന്നു. അനേകം ധീരദേശാഭിമാനികളും ചേർന്ന് നമുക്ക് വേണ്ടി ഐതിഹാസികമായ സമാനതകളില്ലാത്ത നിരവധി സമരങ്ങൾ നടത്തി അവസാനം 1947 ബ്രിട്ടീഷുകാർക്ക് ഈ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരികയും അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുകയും. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO ബൈജു ER ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായി. വിശിഷ്ട സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഈ വർഷത്തെ പോലീസ് മെഡലിനാണ് കാട്ടൂർ SHO ER ബൈജു അർഹനായത്. മുൻപ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ SI ആയിരുന്നു ബൈജു. വിവിധ കേസുകളുടെ കുറ്റാന്വേഷണ മികവിന് മുൻനിർത്തിയാണ് ഈ അവാർഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്ത് വോട്ട് കൊള്ളയ്ക്ക് BJPയോടൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം KK വത്സരാജ് ആരോപിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടി ശ്രദ്ധേയനായി മതിലകത്തെ കർഷകനായ പണിക്കാട്ടിൽ ശശീന്ദ്രൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.